നമസ്കാരം. മഞ്ഞണിഞ്ഞ രാവിൽ പുൽക്കൂട്ടിൽ ഭൂജാതനായ ലോകരക്ഷകന്റെ ജന്മദിനം. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. ക്രിസ്മസ് ദിന പ്രത്യേക പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാ ടോണി നീലങ്കാവിൽ പിതാവാണ്. പിതാവേ നമസ്കാരം, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ ആശംസകൾ നേരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്മസിന്റെ ലഹരിയിലാണ് എല്ലാവരും. അപ്പോൾ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ബാല്യം മുതലുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ക്രിസ്മസ് ഓർമ്മ എന്ന് പറയുമ്പോൾ ഓർത്തെടുക്കുന്നത്? ക്രിസ്തുമസ് എപ്പോഴും ഒരു മഞ്ഞണിഞ്ഞ രാവിൻ്റെ ഓർമ്മയാണ്. ഒരു കുളിർമയിൽ കിടന്ന് മൂടി പുതച്ചുറങ്ങുമ്പോൾ അതിനിടയിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി പാതിര കുർബാനയ്ക്ക് പോകുന്നതും പിന്നെ നമ്മുടെ അടുത്തുള്ള പുൽക്കൂടുകളൊക്കെ സന്ദർശിക്കാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വരുന്ന ഓർമ്മ. എന്നാൽ അതിനേക്കാളേറെ വ്യക്തിപരമായിട്ട് ഈ ക്രിസ്തുമസിനുള്ള ഒരുക്കമാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. കുഞ്ഞുനാളിൽ ക്രിസ്തുമസിന് പ്രാർത്ഥനാപൂർവകമായിട്ടുള്ള ഒരു ഒരുക്കമുണ്ട്. സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് കുഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ഉടുപ്പ് തുന്നുക, അതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കളിപ്പാവകൾ വാങ്ങുക എന്നൊക്കെയുള്ള ഭാവനാസമ്പന്നമായിട്ടുള്ള ഒരുക്കങ്ങൾ. അത് ദൈവം നമ്മിൽ ഒരുവനാണ്, എന്നെപ്പോലെ തന്നെ ഒരു ശിശുവാണ്, എൻ്റെ കൂട്ടുകാരനാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പം പിതാവിൻ്റെ കാര്യങ്ങൾ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അമ്മയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരാൻ അമ്മയുടെ ഒരു പ്രസൻസും ഒപ്പം തന്നെ കുറേ ഉപദേശങ്ങളും അനുസരണശീലം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്രചോദനമായിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തരാറുണ്ടോ ചെറുപ്പത്തിൽ? അമ്മ തീർച്ചയായിട്ടും പറഞ്ഞു തരാറുള്ളത് വാക്കുകളേക്കാൾ ജീവിതം കൊണ്ടാണ്. ഒത്തിരി പ്രാർത്ഥിക്കുകയും ക്രിസ്തുമസ്, ഈസ്റ്റർ തുടങ്ങിയ ആ പുണ്യദിനങ്ങൾക്ക് വേണ്ടി നമ്മെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് അമ്മ തന്നെ ജീവിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഏറെ അമ്മ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പൗരോഹിത്യത്തിലേക്ക് വരിക എന്നുള്ളത് നേരിട്ട് അങ്ങനെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതേസമയം ഈ ഒരു ആത്മീയത അത് ജീവിതത്തിൽ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ട ഒന്നാണ് എന്ന് വരുമ്പോൾ ആ ആത്മീയ ശൈലി പിന്തുടരാനുള്ള പ്രചോദനമാണ്. ആ ആത്മീയ ശൈലിയിൽ സ്വാഭാവികമായിട്ട് ദൈവം വിളിച്ചിട്ടുള്ളവർക്ക് ആ വിളി കേൾക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും അമ്മമാർ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അമ്മമാരുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി തന്നെയാണ് പലപ്പോഴും പലരുടെ ജീവിതത്തിലും ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പം ക്രിസ്മസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫാമിലിയുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് എങ്ങനെയാണ് ആ ക്രിസ്മസ് ആഘോഷം? ഇപ്പം നമുക്കറിയാം പണ്ടത്തെ ഒരു ക്രിസ്മസ് ആഘോഷവും ഇപ്പോഴത്തെ ഒരു ക്രിസ്മസ് ആഘോഷവും വളരെയധികം വ്യത്യസ്തമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നൊരു അടിച്ചുപൊളിയുടെ ഒരു ക്രിസ്മസ് ആഘോഷമാണെങ്കിൽ പണ്ടൊരു ആത്മീയതയുടെ ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം അച്ഛനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി കമേഴ്സ്യലൈസേഷൻ ഈ ക്രിസ്തുമസിലേക്ക് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ക്രിസ്തുമസ് കുടുംബം ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ്. ക്രിസ്മസിന് എല്ലാവരും ഒന്നിച്ചു കൂടും, ക്രിസ്തുമസിന് എല്ലാ ബന്ധുക്കളും വരും. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവം അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ വ്യഗ്രതകളിൽപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്തെ ക്രിസ്തുമസ് നമ്മൾ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ബന്ധുക്കളും ചേർന്ന് ഒരുമിച്ച് പങ്കുവെക്കുന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു കുറവുണ്ട്. ക്രിസ്മസ് കാർഡുകൾ എന്ന് പറയുന്നത് നാം തന്നെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ കാർഡുകൾ, ചിലപ്പോൾ പച്ചിലകളൊക്കെ പുസ്തകത്തിനിടയിൽ വെച്ച് ഉണക്കി അതിൽ എഴുതി ഒക്കെ ഉണ്ടാക്കുന്ന കാർഡുകൾ. അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് ക്രിസ്തുമസിൻ്റെ കാർഡുകളാകട്ടെ ആഘോഷങ്ങളാകട്ടെ വളരെയേറെ കമേഴ്സ്യലായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ആ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചത് ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, മനുഷ്യർ പരസ്പരമുള്ള ബന്ധവും
ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ കണ്ണിയാണ്. ഒരു കുഞ്ഞ് വന്ന് പിറക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭവനത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞ്, ഒരു കളിക്കുന്ന ഒരു കുഞ്ഞ് കടന്നു വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ കോപ്രായങ്ങൾ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്നൊരു കണ്ണിയായിട്ട് മാറും. ഇത് ക്രിസ്തുമസിന് ഉണ്ടാകേണ്ട ഒരു അടിസ്ഥാന വികാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആത്മീയ തലങ്ങളും ധാരാളമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു 25 നോമ്പ് എടുത്തിട്ടാണ് 25ാമത്തെ ദിവസം നമ്മൾ ക്രിസ്മസിലേക്ക് കടക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് നോമ്പ് എടുക്കുന്നത്, അതിൻ്റെ പ്രാധാന്യമുണ്ടോ, അല്ലെങ്കിൽ ഇറച്ചി മീനും കഴിക്കാതിരുന്നത് കൊണ്ട് അതൊരു നോമ്പാകുമോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ പിതാവിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരുടെ സാധാരണ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിന് എടുക്കുന്ന കഷ്ടപ്പാടുകൾ, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ എല്ലാറ്റിനുമുള്ള ഒരുക്കങ്ങളിൽ കുറേയേറെ ഒഴിവാക്കലുകളുണ്ട്, കുറേയേറെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കലുകളുണ്ട്. നോമ്പ് കാലം അങ്ങനെയുള്ളൊരു സമയമാണ്. എൻ്റെ ഹൃദയത്തിൽ യേശു വന്ന് പിറക്കുന്നു. അതിനൊരുക്കമായി ഞാൻ എന്തുമാത്രം ഒരുങ്ങണം. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരുക്കമാണ്. ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തെ വെടുപ്പാക്കണം, ശുദ്ധീകരിക്കണം. അതിനെൻ്റെ കുറവുകളും പാപങ്ങളും തഴക്കദോഷങ്ങളുമൊക്കെ ഞാൻ ഉപേക്ഷിക്കണം. ആ ഒരു ഉപേക്ഷയുടെ ഒരു സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അതൊട്ടും ഒരു നിരാശയുടെയോ അല്ലെങ്കിൽ വേദനയുടേതല്ല. അത് വലിയൊരു പ്രതീക്ഷയുടേതാണ്. വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്. ആ വലിയൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പലതും ഉപേക്ഷിക്കുക എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു നോമ്പ് കാലത്തെ ആ രീതിയിൽ കാണുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഈ 25 ദിവസവും വന്ന് പിറക്കുവാനിരിക്കുന്ന യേശുവിനെയാണ് ഞാൻ ഓർക്കുന്നത്. ഈശോയുടെ ആ വലിയ സാന്നിധ്യമാണ്, ആ സന്തോഷമാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത്. ആ രീതിയിൽ നോമ്പുകാലത്തെ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വൈദിക പഠനത്തിന് സമയത്ത് അതെങ്ങനെയായിരുന്നു? ആ കാലത്ത് ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? വൈദിക പരിശീലനത്തിൻ്റെ സമയത്ത് ക്രിസ്തുമസ് ദിനങ്ങൾ ഞങ്ങൾ അവിടെ ഇല്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിലോ ഞങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു. വീട്ടുകാരോടൊപ്പവും ഞങ്ങളുടെ ഇടവക പള്ളിയിലുമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അതേസമയം പോകുന്നതിന് മുമ്പ്, അവധി തുടങ്ങുന്നതിന് മുമ്പ്, ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളായിട്ടില്ലെങ്കിലും ഒരു ക്രിസ്തുമസ് ആഘോഷം ചെറുപ്പക്കാരെന്ന നിലയിൽ ഒരു അടിച്ചു പൊളിച്ചുള്ളൊരു ആഘോഷം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുൽക്കൂട് തീർച്ചയായിട്ടും മനോഹരമായൊരു പുൽക്കൂട് നിർമ്മിക്കുന്നു. പിന്നെ കുറേയേറെ ഒരുമിച്ചുള്ള കളിയും ചിരിയും ആഘോഷങ്ങളും ഒക്കെയുള്ള ഒരു ക്രിസ്തുമസ് ആഘോഷം. അതിന് പോരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുമസ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെയൊക്കെ ഈ നാളുകളിലെ ഒരുപക്ഷെ അത്ര പഴക്കമുള്ള പാരമ്പര്യമല്ല കേരളത്തിലെങ്കിലും 25 നോമ്പ് തുടങ്ങുന്ന സമയത്ത് ലോട്ടെടുത്ത് നറുക്കെടുത്ത് ഒരു ക്രിസ്തുമസ് ഫ്രണ്ടിന് ലഭിക്കുന്നു. ആരാണെന്ന് പുറത്തു പറയാതെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി 25 ദിവസം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എൻ്റേതായ ഒരു സമ്മാനം കൈമാറും. ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പാരമ്പര്യമാണെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സഹോദരനെ സ്വന്തമായി കണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രത്യേക സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. അത് ഞങ്ങൾ സെമിനാരികളിൽ ഈ ദിവസത്തിന് മുമ്പ് തന്നെ ആ ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറുകയും സന്തോഷം പങ്കുവെക്കുകയും നല്ലൊരു ഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്യും. നോമ്പുകാലമായതുകൊണ്ട് ഭക്ഷണത്തിന് ഇറച്ചി, മീൻ ഇത്യാദി ഒന്നും ഉണ്ടാകില്ല. പക്ഷേ നല്ല ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് അങ്ങനെ ആഘോഷിക്കാറുണ്ട്. ഒപ്പം തന്നെ ഇപ്പം കരോൾ സംഘങ്ങൾ ഉണ്ടാവാത്ത ക്രിസ്മസ് ഇല്ല. കാരണം കരോൾ സംഘങ്ങളാണ് അന്നത്തെ ഒരു ദിവസത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കരോൾ സംഘമായിട്ട് പോയിട്ടുണ്ടോ? അതോ കാണാനുള്ള ഇഷ്ടമാണ് കൂടുതലുണ്ടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘമായിട്ട് കൂട്ടുകാരോടൊപ്പം പോകുന്നൊരു പതിവുണ്ടായിരുന്നു?
എനിക്ക് ഒത്തിരി അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ വളർന്നത് ഈ ടൗണിലാണെന്നറിയാം. ആ ടൗണിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ പിന്നെ ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ അല്പം ഒരു ഓവർ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എങ്കിലും അൾത്താര ശുശ്രൂഷികൾ എന്ന നിലയിൽ ഉള്ള കൂട്ടുകാരൊരുമിച്ച് കൊച്ചു അത്തരത്തിലുള്ള കരോൾ പരിപാടികൾക്ക് പോകാറുണ്ട്. ഇടവകയുടെ പൊതുവായിട്ടുള്ള പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാർ കുറച്ച് പേര് ഒരുമിച്ച് അങ്ങനെ ഒരു കരോൾ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരുടെ ബാല്യകാലത്തെ അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും കരോൾ സംഘങ്ങളായിട്ട് പോവുക എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെങ്കിലാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ ഒല്ലൂരാണ് താമസിക്കുന്നത്, അവിടെയാണ് ജനിച്ച് വളർന്നത്. പിന്നെ മാതാപിതാക്കൾ, അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേൺ ഉണ്ടാവും, അങ്ങനെ അധികം ഇതിൽ പോകണ്ട. പിന്നെ എനിക്ക് താഴെ 4 മക്കളും കൂടി ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ ഒരുപക്ഷെ ചില സമയങ്ങളിലെങ്കിലും അപ്പൻ്റെ അമ്മയുടെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു കൺസേൺ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും ആ ദിവസങ്ങളൊക്കെ പള്ളിയിൽ തന്നെയാണ്, അതിൽ സംശയമില്ല. ഞാനിങ്ങനെ വീടുകളിലേക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശൂർ ടൗണിലേക്ക് മാറുന്നത്. അവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള ഞങ്ങളുടെ കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപഴകാനായിട്ട് എനിക്ക് ഇഷ്ടംപോലെ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇടവക പള്ളിയുടെ ഒരു പ്രതിനിധി പോലെ 5ാം ക്ലാസ് മുതൽ തന്നെ ഈ വീടുകളിലൊക്കെ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കൂട്ടുകാരോടൊത്ത് അങ്ങനെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പിതാവിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ആ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു കുറവ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ അതിൽ ഒരുപക്ഷെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിൻ്റെ കുറവ് എന്നതിനേക്കാൾ ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വേറെയാണ്. പരിശീലനം ഒരുപക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വളരെ ഏറെ നന്നായി ഇന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം അവർ പരിശീലിക്കുന്ന കാര്യങ്ങൾ, ജീവിക്കുന്ന ഇടങ്ങൾ, കുടുംബം പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കം, അവിടെയൊക്കെയുള്ള അന്തരീക്ഷങ്ങൾ ഒത്തിരി മാറിയിരിക്കുന്നു. കുടുംബത്തിൽ തന്നെ ഈ കൂടിവരവുകളേക്കാൾ സ്വന്തം മൊബൈലിലുള്ള ആ ഒരു സമയം ചെലവഴിക്കുന്നതിന് കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തുകയാണ്. ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കുറച്ച് സമയം വെറുതെ വർത്തമാനം പറയുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ കുടുംബങ്ങളിൽ ആ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ അവസാനം വരെ മൊബൈൽ നോക്കി അങ്ങനെ സ്വന്തം ലോകത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നമ്മുടെ ഒരു ദിവസം വന്ന വാട്സപ്പിൽ പോസ്റ്റുകൾ മുഴുവൻ നോക്കി തീർന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് പലർക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിശീലനം സിദ്ധിച്ച് ചെല്ലുന്നിടത്ത് ഏറ്റവും വലിയ വ്യത്യാസം ഈ കൂട്ടായ്മയുടെ ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുന്നില്ല. വിശ്വാസം ജീവിക്കുന്ന ഇടം കുടുംബങ്ങളാണ്. പിന്നെ കുടുംബങ്ങളൊക്കെ ഒത്തിരി ഏറെ ജീവിത വ്യഗ്രതകളിലേക്ക് മാറുമ്പോൾ ഇങ്ങനെയുള്ള പരസ്പരം അറിഞ്ഞ് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും വിശേഷങ്ങൾ അറിഞ്ഞ് പോകുന്ന ഒരു സാവകാശം നമ്മുടെ കുടുംബങ്ങൾക്കില്ലാതെ പോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാനും അവരുടെ ദൈന്യത തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു വിശ്വാസം ജീവിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇന്ന് മറ്റുള്ളവരെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവരുടെ അവസ്ഥകൾ അറിയുന്നില്ല. ആ അവസ്ഥകളിൽ ഇടപെടാനും സഹായിക്കാനും ഓടി നടക്കാനും ഇന്നത്തെ തലമുറ കുറെ കൂടെ ഇനിയും പരിശീലിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ ഒരു നല്ല അവബോധത്തോടുകൂടി അതിന് ശ്രമിച്ചാൽ മാത്രമേ, അതിനെ പറ്റിയ സാഹചര്യങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം, വിശ്വാസം ജീവിക്കുന്ന അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വർഷത്തിലൊരിക്കലെങ്കിലും ഞങ്ങളൊരു അനാഥശാലയിൽ പോയി അവരോടൊപ്പം ആഘോഷിക്കുന്നൊരു പതിവുണ്ട്. അത് സാധാരണ ജീവിതത്തിൽ നിന്ന് വിട്ട് കുറെക്കൂടെ ഈ ഒരു വിശ്വാസം പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് എന്നുള്ള ഒരു വലിയ
ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെയെങ്കിലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ കാണിക്കണം. അത് അവരറിയണം എങ്ങനെയാണ് അവരുടെ ചുറ്റുപാടെന്ന് തീർച്ചയായിട്ടും അറിയേണ്ടത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും പലരും മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന എന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ നടത്തുമ്പോഴും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പലരും മാറ്റിവെക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിലേക്കൊക്കെ തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടം തന്നെ. അതാണ് ഞാൻ മുൻഗണനയുടെ കാര്യം പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മുൻഗണന എന്തിനു കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതമാണെങ്കിൽ ഇതിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഈ ആത്മീയത നൽകുന്നത്. തീർച്ചയായിട്ടും. ഇനി അടുത്ത വർഷം നമ്മൾ വിശുദ്ധ വർഷാചരണത്തിന്റെ ഭാഗമായിട്ട് നീങ്ങുകയാണ്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്, തുടങ്ങിക്കഴിഞ്ഞു? വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഈ വിശുദ്ധ വാരത്തിനായിട്ട്, വിശുദ്ധ വർഷത്തിനായിട്ട് ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നത്. 2000 ജോൺ പോൾ II മാർപ്പാപ്പ അന്ന് തന്നെ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ, ഒരു കാര്യം അവതരിപ്പിച്ചിരുന്നു. 2025 വിശുദ്ധ വർഷമായിട്ട് ആചരിക്കുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചപ്പോൾ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ നല്ല ഒരു ആത്മീയമായ ഒരു വഴി നമുക്ക് ഈ ഒരു വർഷത്തിലേക്ക് തുറന്നു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഇപ്പം റോമിൽ നടന്ന മതസമ്മേളനം, അതിൽ എല്ലാവരും ഒരുവിധം തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിനിധികളടക്കം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മാർപ്പാപ്പ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രി അടക്കം. അപ്പം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മൾ എന്നും കേൾക്കുന്നൊരു ചോദ്യമാണ് അത്. മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമോ? കേന്ദ്ര സംഘം എപ്പോഴൊക്കെ വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്. അതേസമയം അതിൽ സഭയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും വളരെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്നൊരു കാര്യമാണ്. ഗവൺമെൻറ്റാണ് ഇനി അടുത്ത നടപടികൾ ആരംഭിക്കേണ്ടത്. നമ്മളെപ്പോഴും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ഷണം ചെല്ലുകയും അതിനുവേണ്ടി 2 രാജ്യങ്ങളുടെയും ഡിപ്ലോമാറ്റ്സിൻ്റെ തലത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും വേണം. മാർപ്പാപ്പയുടെ ഇത്തരത്തിലുള്ള യാത്രകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വൈദികനാണ്, നമ്മുടെ മലയാളി വൈദികനാണ് ഇപ്പോൾ കർദിനാളായി നിയമിതനായിട്ടുള്ള കർദിനാൾ കൂവക്കാട്ട്. അപ്പോൾ അദ്ദേഹം കൂടെ നമ്മുടെ കൂടെയുള്ളപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് മാർപ്പാപ്പയ്ക്ക് നാട്ടിലേക്ക് വരുവാനായിട്ട്. ഗവൺമെൻറ് അതിൻ്റെ നടപടികൾ അധികം വൈകാതെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ജോർജ് കുര്യൻ വളരെയേറെ ഒരു വിശ്വാസം ജീവിക്കുന്ന ഒരു കത്തോലിക്ക മന്ത്രി തന്നെ ഉള്ളപ്പോൾ അദ്ദേഹം അതിന് കുറെക്കൂടെ ഒരു സ്റ്റെപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ മണിപ്പൂർ എന്ന് പറയുന്നത് ഇപ്പോൾ നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മുടെ ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് നമ്മുടെ ഒരു മനസ്സ് അങ്ങോട്ട് വയ്ക്കുവാണെങ്കിൽ ഇപ്പോഴും അവർ ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ്. അപ്പം സഭയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ചർച്ചകൾക്ക് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്രവുമായി അങ്ങനെ ഒരു കൂടിയാലോചനയ്ക്ക് വഴി തുറക്കുന്നുണ്ടോ, അതും കൂടി നമുക്ക് അറിയണമെന്നുണ്ടായിരുന്നു. മണിപ്പൂരിൻ്റെ വിഷയത്തിൽ സഭ ഇന്നും ആകുലതയിലാണ്. അത് ഒരുപക്ഷെ മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ മനുഷ്യർ അനീതിയോടെ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ ഇതുപോലെയുള്ള വലിയ നരഹത്യകൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ സഭ പ്രതികരിച്ചിട്ടുണ്ട്. അതെല്ലാം സഭയുടെ വിശ്വാസത്തിൽ നിന്ന് ഈ പ്രതികരണം ആവശ്യപ്പെടുന്നുണ്ട്. മണിപ്പൂരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സഭ ഏതൊക്കെ വിധത്തിൽ ഇടപെടാമോ ആ വിധത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സഭയ്ക്ക് മാത്രം ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. നോർത്ത് ഈസ്റ്റിലെ പല വിഷയങ്ങളിലും സഭയുടെ മെത്രാന്മാർ അവിടെ പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിലെ മെത്രാന്മാരുടെ ഇടപെടലുകളിലൂടെ വളരെയേറെ സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു മെത്രാൻ ഇപ്പോൾ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് തോമസ് മേനാമ്പറമ്പിലാണ്. അദ്ദേഹം
പല വർഗങ്ങൾ തമ്മിലുള്ള അക്രമം നിറഞ്ഞ യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളിലും കടന്നു ചെന്ന് ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവയ്ക്കൊക്കെ ഒരു രണ്ട് വിഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിഭാഗങ്ങളെ ഒരുമിച്ചിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ചെറുതോ വലുതോ ആയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തോമസ് മേനാമ്പറമ്പിലിനെ പോലെയുള്ള മെത്രാന്മാർ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വളരെയേറെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും സഭ പല വിധത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഈ കാലഘട്ടത്തിൽ നാം കാണുന്നൊരു പ്രത്യേകത, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ആ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള കാൽവെപ്പുകൾ നടത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഇടപെടാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് ആണ് ഞങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ കിട്ടുന്ന മറുപടി. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അവിടെ സന്ദർശിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു കേന്ദ്രത്തിൻ്റെ എന്നതിനേക്കാൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വിഷയമാണ്. ഇനി സംസ്ഥാനത്തിൻ്റെ തന്നെ അവസ്ഥ, ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വലിയ ഒരു വിടവ് അവിടെയുണ്ട്. നമ്മുടെ സർക്കാരിൻ്റെ നിലപാടുകളിൽ തന്നെ ഇതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ലെങ്കിൽ, സർക്കാർ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നാൽ പിന്നെ അവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. സഭയ്ക്ക് ഇതിനു മുമ്പൊക്കെ ഇപ്പോഴും സഭയ്ക്ക് അവിടെ ഒരു റോള് ആ ജനം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം, സഭ ഇതിനൊക്കെ അതീതമായിട്ട് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർ എന്നുള്ള ഒരേ ഒരു വിശ്വാസ ചിന്തയോടുകൂടിയാണ് മനുഷ്യരെ സമീപിക്കുന്നത്, സമൂഹങ്ങളെ സമീപിക്കുന്നത്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം മണിപ്പൂർ പറഞ്ഞപ്പോൾ മുനമ്പം വിഷയം പറയാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിലും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. പിതാവ് അവിടെ പോയിട്ടുള്ള ഒരു ആളാണ് കൂടിയാണ്. അപ്പം എങ്ങനെയാണ് സഭ അതുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കുന്നത്? ഞാൻ മുനമ്പത്തിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അതിൽ ഉന്നയിച്ചൊരു വിഷയം ഇതിലെ മനുഷ്യാവകാശ ലംഘനമാണ്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇതിനെ ആദ്യമേ തന്നെ സമീപിക്കേണ്ടത് ഇതിലെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ്. ഒരു ജനം തലമുറകളായിട്ട് താമസിക്കുന്ന അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരെ ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയിൽ നിന്ന് അതിന്മേൽ നിങ്ങൾക്കിനി യാതൊരു അവകാശവുമില്ല, നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന ഏത് നിയമമായാലും ആ നിയമം മനുഷ്യാവകാശത്തിനെതിരാണ്. അങ്ങനെയുള്ളൊരവസ്ഥ ജനത നേരിടുകയാണ്. അത് കുറേ നാളുകളായിട്ട്, നൂറ്റാണ്ടോളമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് ഒരു സമൂഹം ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സഭയ്ക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ അത് ഒരു മതത്തിൽപ്പെട്ടവരെന്നുള്ളതല്ല, അത് മനുഷ്യരെന്ന നിലയിലുള്ള അവരുടെ അവകാശത്തിൻ്റെ ലംഘനമാണ്. ഒരു പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ആ ജനതയ്ക്ക് കിട്ടണം. ഭരണഘടന നൽകുന്ന എല്ലാ സംരക്ഷണവും അവർക്ക് കിട്ടണം. ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സംരക്ഷണമാണ് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള സംരക്ഷണം. അത് നമുക്ക് നേടിത്തരാൻ ഭരണഘടനാ സംവിധാനങ്ങൾക്ക് പോലും കഴിയാത്ത വിധത്തിൽ ഈ നിയമങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമങ്ങൾക്കാണ് മാറ്റം വരേണ്ടത്. ഭരണഘടന നിലനിൽക്കുക തന്നെ വേണം. ഒപ്പം തന്നെ ഇനി ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബോൺനത്താലെ നമ്മളെ ഏവരെ ഇനി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാമോ? ബോൺനത്താലയുടെ ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് തൃശ്ശൂരിൻ്റെ മാത്രം ഒരു ആഘോഷമല്ലെന്ന് നമുക്കറിയാം. ഭാരതത്തിൽ തന്നെ പല ടൗണുകളിലും
ഇതേ പേരിൽ ബോൺ നത്താലെ എന്ന പേരിൽ തന്നെ ക്രിസ്മസ് പാപ്പാമാരുടെ നിറപ്പകിട്ടോടുകൂടിയുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ തൃശ്ശൂർ കാരണമായി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. തൃശ്ശൂരിൻ്റെ അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയം, അത് തൃശ്ശൂരിലെ പൗരാവലി ഏറ്റെടുത്തു. തൃശ്ശൂരിൻ്റെ മേയർ, കാലാകാലങ്ങളിലെ മേയറായിട്ട് വരുന്ന നഗരത്തിൻ്റെ അധ്യക്ഷനും പിതാവും ചേർന്ന് ഒരുമിച്ച് ഇങ്ങനെ ഒരു ആഘോഷം, അതൊരു പൊതുപരിപാടിയായിട്ട്, പൊതുവായിട്ടുള്ളൊരു ആഘോഷമായിട്ട് തീർന്നിരിക്കുകയാണ്. ഇന്ന് അതിൽ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നവർ ജാതിക്കും മതത്തിനും സ്ഥലങ്ങൾക്കൊക്കെ അതീതമായിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ആഘോഷങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ആഘോഷങ്ങൾ അവയുടെ ആന്തരാർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആണ് എനിക്കുള്ളത്. ഈ കാര്യത്തിൽ തൃശ്ശൂർ അതിരൂപത ഇതിൽ എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സദ്വാർത്ത, എല്ലാ മനുഷ്യർക്കുമുള്ള സദ്വാർത്ത, എല്ലാ മനുഷ്യർക്കും സമാധാനത്തിൻ്റെ ഒരു സന്തോഷം നൽകുന്ന സദ്വാർത്ത, ഈ ഒരു ചിന്തയാണ് ക്രിസ്തുമസ് നൽകുന്നത്. ഈ ദിവസങ്ങളിലാണെങ്കിൽ സിറിയയിലെ ജനത്തിൻ്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടു. ഒരു പെട്ടെന്ന് അവിടെ ഒരു ഇടപെടൽ, അതൊരു ദൈവിക ഇടപെടലായിട്ട് എനിക്ക് തോന്നുകയാണ്. നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് എല്ലാ തലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്ന, നമ്മുടെ പ്രാദേശികമായ ഇടങ്ങളിൽ എന്നതുപോലെ തന്നെ ആഗോളതലത്തിലും അത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്ന ഒരു ആഘോഷമായിട്ട് മാറുമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ ഇതിന് തൊട്ടടുത്ത് ഈ ദിനം ഈ ബോണ്ണത്തയിലേക്ക് ഒരുക്കമായിട്ടുള്ള കാരുണ്യ ദിനമായിട്ട് ആചരിക്കുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന, ഇത്തരത്തിൽ ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും ഇനിയും സിദ്ധിച്ചിട്ടില്ലാത്ത ജനതകളോട് പക്ഷം ചേർന്നുകൊണ്ട് അവരെ ശാക്തീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ബോണ്ണത്താലെ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ. നമ്മൾ 25 നോമ്പ് എന്ന് ഒരുങ്ങുന്നത് പോലെ ബോണ്ണത്താലേക്ക് ഒരുങ്ങുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ടാണ്. ഇന്ന് തന്നെ 2 ഭവനരഹിതർക്കുള്ള 2 ഭവനങ്ങൾക്ക് ഇന്ന് അഭിമന്യ പിതാക്കന്മാരുടെ ജന്മദിനമെന്ന ദിനത്തിൽ ഇന്ന് കല്ലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടാബ്ലോകളും സ്കിറ്റുകളും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഇടവകകളിലും നമ്മുടെ ഓരോ പ്രദേശത്തും അവരവരുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാം, ആ പ്രവർത്തനങ്ങളും ഒത്തിരി നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആഘോഷമായിട്ട് അതത് ഇടവകകളിലും ഇതുപോലെയുള്ള ബോണ്ണത്താലെ ആഘോഷങ്ങൾ നടക്കുന്നു. 27-ാം തീയതി അതിൻ്റെ ഒരു വലിയൊരു കൾമിനേഷനായിട്ട് നമ്മുടെ തൃശ്ശൂർ നഗരം മുഴുവൻ ഇളകുന്ന പാപ്പാമാരുടെ ഒരു സംഗമം തന്നെ ഉണ്ടാകുന്നു. നമ്മുടെ വിശ്വാസ ജീവിതവും നമുക്ക് നൽകുന്ന മാനവ സ്നേഹത്തിൻ്റെ സന്ദേശം പൊതുസമൂഹത്തിന് ഇന്നത്തെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നൽകാനുള്ള സന്ദേശങ്ങൾ ഒക്കെ ടാബ്ലോ രൂപത്തിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തൃശ്ശൂരിൻ്റെ സംസ്കാരം വെളിപ്പെടുത്തുന്ന ടാബ്ലോകളും അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒത്തിരി കാര്യങ്ങൾ പിതാവിനോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. എന്നാലും നമ്മുടെ പ്രേക്ഷകരോടായി ഒരു ക്രിസ്മസ് ദിന സന്ദേശം എന്ന രീതിയിൽ എന്താണ് പിതാവിന് പറയാനുള്ളത്? ഏറ്റവും സ്നേഹമുള്ള TCV പ്രേക്ഷകരെ, ക്രിസ്തുമസ് ദിനം നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ ഒരു സന്ദേശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിശുദ്ധ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പ്രത്യാശയുടെ തീർത്ഥാടകരാകുക എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്ന് പിറന്നു, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകി എന്നതുകൊണ്ട് മാത്രം
ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുമസ് ആകുന്നില്ല. ഈ പ്രത്യാശയിലേക്ക്, ഈ പ്രത്യാശയുടെ സന്ദേശത്തിലേക്ക്, ഈ മാനവ സ്നേഹത്തിൻ്റെ ആ പൊൻപുലരിയിലേക്ക് നാം കടന്നു ചെല്ലണം, നടന്നടുക്കണം, നമ്മൾ അന്വേഷിച്ചിറങ്ങണം. ക്രിസ്തുമസ് ദിനത്തിൽ നാം ഓർക്കുന്ന കഥകളിലെല്ലാം, സംഭവങ്ങളിലെല്ലാം അതുണ്ട്. ആട്ടിടയന്മാർ സന്ദേശം ലഭിച്ചു, അവർ ആ ശിശുവിനെ തേടി ഇറങ്ങി. ജ്ഞാനികളായ കിഴക്ക് നിന്നുള്ള മനുഷ്യർ അവർക്ക് ലഭിച്ച സൂചനയനുസരിച്ച് അവരും ഇറങ്ങിപ്പുറപ്പെട്ടു. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് നാം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ, നാം വിളിക്കുന്ന പേരെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ പ്രകാശവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അന്ധകാരം വഴി നീങ്ങി പ്രകാശത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നിടത്ത് എനിക്കായി ഒരു വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഏവർക്കും പ്രത്യാശ നിർഭരമായ ക്രിസ്തുമസ് ആശംസിക്കുകയും ചെയ്യും.